അവനോട് ആ നിസ്കാരം നിലനിർത്തുന്ന മനുഷ്യന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കും മലക്കുകൾ. അസ്രായിലൊന്നും അല്ല റൂഹ് പിടിക്കണേ, അസ്രായിലിന് വേറെ കുറെ ശിഷ്യന്മാരുണ്ട്, അവരാ പിടിക്കുക. അവർ റൂഹ് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടങ്ങ് വെച്ചു കൊടുക്കും. ഈ തൊണ്ട കുഴിയിൽ കൊണ്ടുവന്ന് റൂഹ് കൊണ്ടുവച്ചിട്ട് ഈ മലക്കുകൾ മുഴുവനും കയ്യും കാലും ഇങ്ങനെ പിടിച്ചു വെക്കും. അവസാനം ആ റൂഹ് വലിച്ചെടുക്കൽ ജോലി അസ്രായിൽ അലൈഹി ഇസ്ലാമിന്. ആ റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുക. ആ സമയത്താണ് കിടന്ന് പിടയുന്നത്. ആ പിടയുന്ന സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാം തലയിൽ കൈവച്ചിട്ട് പറയും, നീ എന്തിനാ പേടിക്കണേ? ഞാൻ പറഞ്ഞത് അല്ലാഹ് പറഞ്ഞതാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. ആ മലക്ക് പറയാ, നീ എന്തിനാ ഭയപ്പെടണേ? ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, നീ എന്തിനാ ഭയക്കണേ? പള്ളിയുടെ കവാടത്തിൽ വെച്ച് എന്നും മുസാഫഖത്ത് ചെയ്ത നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ, നീ എന്തിനാ ഭയക്കണേ? പറ ഷഹാദത്ത് കലിമ, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാടാ മരണം എന്നൊക്കെ പറഞ്ഞ അതാ. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ തന്നെ നമുക്ക് പറഞ്ഞു തരും ഷഹാദത്ത് കലിമ. നീ എന്തിനാ പേടിക്കണേ? ഞാൻ നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരനല്ലേടാ, ഞാനല്ലേ, എന്നെ അല്ലേ ഒരു ദിവസം 5 വട്ടം കണ്ട? ഒരു ദിവസം നിന്റെ പെണ്ണുമ്പിള്ള 5 വട്ടം കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 5 നേരം പള്ളിയുടെ കവാടത്തിൽ വെച്ച് കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാ ഞാൻ, നീ എന്തിനാ ഭയക്കണേ? പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറഞ്ഞ സ്വർഗ്ഗ പറ എന്ന് അസ്രായിൽ പറഞ്ഞു തരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ പള്ളി കയറുമ്പോ ആലോചിച്ച് വെക്കണം അവിടെ ആര് നിപ്പുണ്ടെന്ന്. ഇനി മുതൽ കയറുമ്പോ നോക്കിക്കൊള്ളണം, അസ്രായിൽ കണ്ണ് തുറന്ന് നോക്ക്, എന്നെങ്കിലും ഒരിക്കൽ കാണാം. നാളെ കാണാൻ പറ്റൂല. അത് കാണണമെങ്കിൽ കുറച്ചങ്ങോട്ട് അടുക്കണം. അടുത്ത് കഴിയുമ്പോ നമുക്ക് കാണാം. അതുകൊണ്ടാ നമ്മുടെയൊക്കെ നേതാക്കന്മാര്, അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? മരിക്കുന്നതിന്റെ അന്ന് രാവിലെ കടം തീർത്ത മഹാൻ പാറന്നൂർ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? നമുക്ക് ഓരോ നമ്മുടെ മുൻഗാമികളായി നമ്മുടെ പണ്ഡിതന്മാർ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? മരണം മുമ്പേ പറഞ്ഞിട്ട് പോയവർ, നേരത്തെ മനസ്സിലാക്കിയിട്ട് പോയവർ, സലാത്തും ദിക്റും പറഞ്ഞിട്ട് കബറ് കുടിച്ചിട്ടവരുണ്ടല്ലോ. കോഴിക്കോട്ടി ഉസ്താദിനെ പോലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ നേതാക്കന്മാർ. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെയൊക്കെ ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെയൊക്കെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിൽ പോയത്? ഹുബ്ബുൻ നബി പറയാൻ വന്നിട്ട് ഇനിയിപ്പോൾ അത് പറയേണ്ട അവസ്ഥയായി പോയി. കുഴപ്പമില്ല, പഠിക്കണമല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ബോറടിക്കണുണ്ടാ? ക്ഷമ കിടുന്നുണ്ടാ? കുഴപ്പമില്ല, ഇത്തിരി നേരം കൂടെ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, 10 മണിയായി, നിർത്താം. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും നമ്മളുടെ ബന്ധത്തിലായപ്പോ, അങ്ങനെയാണല്ലോ, കൂട്ടുകാരായി കഴിയുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ, എനിക്ക് ഈ മരണത്തിന്റെ വേദന ഒന്നറിയണം. മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, കാണിച്ചു തരുമോ? അതിന് മരിക്കണം, അത് അല്ലാഹ്ക്കല്ലറിയും. ഇദ്രീസ് നബിയോട് ആദ്യം ഇദ്രീസ് നബി അവിടെ നിന്ന് ചോദിച്ചത്, എനിക്ക് ആ മരണത്തിന്റെ വേദന അറിയണം, എനിക്കൊന്ന് മരിച്ച് നീ എന്റെ റൂഹൊന്ന് പിടിക്ക്, എന്നിട്ട് തിരിച്ചു തന്നാ മതി. അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ തീരുമാനം. അള്ളാഹു പറഞ്ഞു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ. അവിടെ നിന്ന് റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. അസ്രായിൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കടുപ്പം, മരണവേദന വല്ലാത്ത കടുപ്പം, താങ്ങാൻ പറ്റൂല. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു. കുറച്ചുനാള് കഴിഞ്ഞപ്പോ ഈ ചങ്ങാതി പറയാ, എനിക്കൊരാഗ്രഹം കൂടെയുണ്ട്. അള്ളാന്റെ നരകം ഭയാനകമാ, അള്ളാഹുവിന്റെ നരകം ഭയാനകമാണ്. ആ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒന്നിങ്ങനെ കൊണ്ട് കാണിച്ചാൽ മതി, ഊട്ടി പോണ പോലെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നാ മതി. അപ്പോഴും അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചോലി ചങ്ങാതി ഇങ്ങനെ പറയണം, എന്താപ്പാ? അള്ളാഹ് പറഞ്ഞു, ആഗ്രഹമല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഒന്ന് മുകളിലൂടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇദ്രീസ് നബി പറഞ്ഞു, ഇതെങ്ങാണം ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരാൾ പോലും അള്ളാഹുവേ ഈ ഭൂമിയിൽ അഹങ്കരിക്കില്ല. വല്ലാത്ത കഠിനമാണ് നരകത്തിന്റെ ശിക്ഷ. ആഗ്രഹം സാധിച്ചു. മൂന്നാമതൊരാഗ്രഹം കൂടെ പറഞ്ഞു, എനിക്കിനി ഒന്നുകൂടെ ഉണ്ട്, ഇനി എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്, ഇത് സാധിച്ചു തന്നേ പറ്റൂ, ഇല്ലാന്ന് പറയരുത്. അതെന്താ? അള്ളാഹുടെ സ്വർഗ്ഗം എനിക്കൊന്ന് കാണണം, എനിക്ക് റബ്ബിന്റെ സ്വർഗം കാണണം. അങ്ങനെ ആഗ്രഹം പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് അള്ളാഹുടെ സ്വർഗം, കേറി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം, എനിക്ക് അങ്ങോട്ട് കയറാൻ അനുവാദം ഇല്ല. അങ്ങനെ സ്വർഗത്തിന്റെ പുറത്തു നിന്നു. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു. ഈ ചങ്ങാതി ഇങ്ങനെ നടന്ന് കാണാം.
അള്ളാന്റെ സ്വർഗ്ഗേ. ഇങ്ങനെ നടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും പഴങ്ങളും തോട്ടങ്ങളും അരുവികളും, എന്ത് മനോഹരമാ സ്വർഗം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാ? നമുക്ക് ആകെ അറിയണത് വേറെ പല സ്വർഗങ്ങളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വർഗത്തിലൂടെ ഇദ്രീസ് നബി ഇങ്ങനെ നടക്കാം. ഏതൊരു കണ്ണും അല്ല പോലും പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ചിന്തിക്കേണ്ട സ്വർഗത്തെ കുറിച്ച്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, അതിലുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. തലമുസ്താന്റെ ബൈത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പടച്ചോനെ മനോഹരമാണ് സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാ. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടന്ന് ഇങ്ങനെ നടക്കുക. അസ്റായിൽ അലൈഹിസ്സലാം പുറത്തിങ്ങനെ കാത്തു നിൽക്കുക. ഇദ്രീസ് നബി ഇറങ്ങി വരണില്ല. സ്വർഗത്തിൽ കയറി ഇദ്രീസ് നബി പുറത്തേക്ക് ഇറങ്ങി വരണില്ല. ഇസ്രായേൽ ഇസ്ലാം ഇങ്ങനെ കാത്തു നിൽക്കണ്. ചങ്ങായി ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ വരൂല. നിങ്ങൾ ചിരിക്കണ എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയുമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന രംഗമാണ്. അടച്ചവനെ, ചില കടകളിൽ കയറിയ പാവപ്പെട്ടവൻ ബാഗും തൂക്കി ഇങ്ങനെ ഇരിക്കും. ആമിനെ ഇറങ്ങി വരുവോ? അവക്ക് ആ കട മുഴുവൻ വാങ്ങിച്ചാലും മതി, വരൂല്ല. പെണ്ണുങ്ങൾ എന്നെ പ്രാവരുത്. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവിടത്തെ ലൈവാണ്, ഉസ്താദന്മാരൊക്കെ പൊക്കിക്കോ. പലരും പൊക്കാത്ത എന്തെന്നറിയോ? എൻ്റെ പൊന്നാര ഉസ്താദ, ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിൽ കൊണ്ടുണ്ടോന്ന്. ചിരിക്കണ്ട. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അവിടെ ചെല്ലുമ്പോൾ ആമിനയുടെ സ്വഭാവമൊക്കെ മാറും. ഇതൊന്നും ആയിരിക്കത്തില്ല. അവിടെ വെറൈറ്റിയാ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് കയറി ഇറങ്ങി വരണില്ല. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അള്ളാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതാ മസ്ലഹത്ത്. രണ്ടുപേര് തമ്മിൽ വിഷയം ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായി പോകാം. അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞോട്ട്, മലക്ക് വന്നിട്ട് അസ്രായിൽ ഇസ്ലാമിനോട് ചെന്താപ്പ വിഷയം എന്താപ്പ ഈ ചങ്ങായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കയറി ഇപ്പൊ ഇറങ്ങി വരണില്ല, ഇപ്പൊ എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. അവസാനം അസ്രായിൽ അലൈഹി സ്വലാം അകത്ത് പോയിട്ട് അവിടെ നിന്ന് പരാതിയെല്ലാം കിട്ടി. മലക്ക് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് നിങ്ങൾ എന്താപ്പ ഇറങ്ങാത്തത്, എന്ത് പണിയാപ്പ കാണിക്ക്, ഇറങ്ങി പോണില്ലേ? ഇല്ല, ഞാൻ പോവില്ല. അതിന് കാരണം 3 എണ്ണമാ പറഞ്ഞ് ഖുർആൻ ആയത്ത് പറയുന്നുണ്ട് വിശദീകരിച്ച്. 3 കാര്യങ്ങളാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി. 1, അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കാറുള്ളൂ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അള്ളാഹു പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ രുചി അനുഭവിക്കും. ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ. ആ മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞു, ഇനി പറ്റൂല. 2, അല്ല പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഞാനും കാണും, നിങ്ങളും കാണും. അള്ളാഹുവിന്റെ നരകം ഓരോ മനുഷ്യനും അവന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 3, സ്വർഗത്തിൽ കയറിയ ഒരാൾ അല്ല ഇറക്കി വിടൂല. സ്വർഗത്തിൽ കയറിയ ഒരാളെ ഇനി അല്ല ഇറക്കി, ഞാനിവിടെ ഒന്നും പോകില്ല, ഇനി അല്ല ഇറക്കി വിടണം എന്നെ ഇതിനകത്തുനിന്ന്. അവസാനം അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെ അവിടെ കയറി പറ്റിയത്. അല്ല ഈ മാറാകട്ടെ. നമുക്കതിനുള്ള യോഗം ഇല്ല, നമുക്ക് അങ്ങനെയും കയറാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഇനി ആ ഈസാ നബി ഈ ഭൂമുഖത്തേക്ക് തിരിച്ചു വരുമല്ലോ. ലോകം അവസാനത്തിന്റെ സമയമെത്തുമ്പോ അല്ലാഹുവേ
നബി അലൈഹിസ്സലാം അതാ ആകാശലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമല്ലോ. 40 വർഷത്തോളം ഇവിടെ ജീവിക്കുമല്ലോ. എങ്ങനാ ജീവിക്കുന്നത് മനുഷ്യ? ആരെയാണ് പിൻപറ്റുന്നത്? ഇതിരിയതാ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൊടുത്ത പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എങ്കിലാ ഈസാ നബി ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ ആരെ പോലെയാ ജീവിക്കുന്നത്? അവിടെ എങ്ങനെ ആരെയാണ് പിൻപറ്റുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീഅത്ത് അനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ചരിത്രം അവിടെ പറയുമ്പോൾ ഈസാ നബി പോലും അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിയാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഖിയാമത്ത് നാളാകുമ്പോ ഇദ്രീസിന് അതാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹദി ഇമാമിന്റെ പുറകിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ പുറകിൽ നിന്ന്? ഒരു പ്രവാചകനാ. എങ്കിലും ആ പ്രവാചകൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ മഹദി ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കും മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ശരീഅത്തനുസരിച്ചാ ജീവിക്കുന്നത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടെത്തണമെങ്കിൽ, അല്ലാഹനെ കണ്ടെത്തണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമേ അല്ലാഹനെ കണ്ടെത്താൻ കഴിയൂ. ഇനി മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ താടിയും തഴമ്പുമുള്ള നമ്മള്, നിസ്കരിക്കുന്ന നമ്മള്, ആ നമ്മൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? അല്ലാഹുവിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നമുക്കെന്ത് വഴിയേ ഉള്ളത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റുന്നതിലൂടെ മാത്രമേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ സ്നേഹം നേടാൻ കഴിയൂ, അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയൂ. ഇത് പറയുന്നത് അല്ലാഹുവാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ? പടച്ച റബ്ബിന്റെ തൃപ്തി നിനക്ക് വേണോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നു. ഒരാൾക്ക് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും കരസ്ഥമാക്കണമെങ്കിൽ അതിന് മുത്തി നബിയെ പിൻപറ്റിയാലേ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇവിടെയാണ് മഹബ്ബത്തുല്ലാഹിയെ കുറിച്ച് പഠിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലെ സർവ്വതുമാകണം. ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനോട് നമുക്ക് വല്ലാത്ത ഒരു കടപ്പാടുണ്ട്, ഒരു ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത കടപ്പാടുകൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും ആ പ്രവാചകനോട് വേണമെന്ന് പറഞ്ഞത്. ആ പ്രവാചകനോടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ്? ആരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്?
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കൂ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ പ്രവാചകനോടാണ് നമുക്ക് വലിയ സ്നേഹം വേണ്ടത്. അതാ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ ലോകത്ത് അല്ലാഹു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആരോടായിരിക്കണം? അവന്റെ മാതാപിതാക്കളോടല്ല, അവന്റെ മക്കളോടല്ല, അവന്റെ സമ്പത്തിനോടല്ല, അവന്റെ കുടുംബക്കാരോടല്ല, അവന്റെ ജീവനോടല്ല. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് ആരോടാ? അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅസീറതുകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യ, നിനക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹു കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് 9.5 മാസക്കാലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിന്റെ മാതാപിതാക്കളോടല്ല, നിനക്ക് ജന്മം നൽകിയ, നിനക്ക് വേണ്ടി രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ബാപ്പയോടല്ല. പിന്നെയോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടല്ല. നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടല്ലടാ ചെറുപ്പക്കാരാ. നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളോടല്ല, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച നിന്റെ സമ്പാദ്യത്തിനോടല്ല. അല്ലാഹു പറയുകയാണ്, ഈ ലോകത്ത് നീ അല്ലാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാതെ ഉമ്മാനെയല്ല, വാപ്പാനെയല്ല, ഭാര്യയെയല്ല, മക്കളെയല്ല, മോനെ പണത്തിനെയല്ലടാ. അല്ലാഹു കഴിഞ്ഞാൽ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെയുള്ള സ്നേഹം വന്നാൽ മാത്രമേ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകൂ, യഥാർത്ഥ ഒരു മുഅ്മിനാകൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവരെ ഒരുമിച്ച് കൂടിയ പ്രവാചക സ്നേഹികളോട് ഞാൻ ചോദിക്കുകയാ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിന്റെ പ്രവാചകനോട് അങ്ങനെ ഒരു സ്നേഹമുള്ളത്? ആർക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅസീറതുകും. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു, മോനെ, നീ അല്ലാഹു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ വാപ്പയല്ല, നിന്റെ ഉമ്മാനെയല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളെയല്ല, നിന്റെ കൂടപ്പുറപ്പുകളെയല്ല, നിന്റെ കുടുംബക്കാരെയല്ല, നീ ഉണ്ടാക്കിയ സമ്പത്തിനെയല്ല. നീ നിന്റെ ജീവന്റെ ജീവനക്കാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.